ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നത് അപ്ഡേറ്റുകളാണ്. ഈ ഷിരൂർ ലാൻഡ്സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ അതിൽ ഇപ്പോൾ വരുന്നത് 10 passes completed. Strong reflected signals with distinct metallic signature captured at CP1. ഐബോർഡിന്റെ ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടറിന്റെ പരിശോധന തുടരുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്നത് അതാണ്. ലോറി 3ആയി വേർപെട്ടിരുന്നു എന്നുള്ള സംശയം. അപ്ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് വായിക്കാം. ടുഡേ മോർണിംഗ് ഡ്യൂറിംഗ് റീറൺ എബിഞ്ചർ ഫെറോ മാഗ്നറ്റിക് ലൊക്കേറ്റർ പ്രൊവൈഡഡ് ബൈ CMP Pune identified 3 distinct spots widely separated. Major General Indrapalan accompanied the team in water to verify. Challenge is to identify which of the 3 is the cabin. Most critical information for divers. അതായത് ഈ 3ആയിട്ട് വേർപെട്ടു പോയിരിക്കുന്ന ഈ ലോറി ഇതിൽ ഇനി ക്യാബിൻ ഏതാണ് കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി. എനിക്ക് തോന്നുന്നു അത്യന്തം നിർണായകമായുള്ള ഒരു ഘട്ടത്തിലേക്ക് ഈ കിട്ടിയിട്ടുള്ള സിഗ്നൽ അത് ഏത് കഷ്ണത്തിൻ്റെതാണ്? ലോറി പൂർണ്ണമായിട്ടുണ്ടോ? ലോറിയുടെ ഒരു ഭാഗത്തിന്റെ കഷ്ണമാണോ? അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകൾ ഈ പരിശോധനയെല്ലാം നടത്തി കഴിയുമ്പോൾ നിങ്ങൾ ചെന്നെത്തുന്നത്, ഈ സ്കൂബ ഡൈവേഴ്സ് സംഘം ചെന്നെത്തുന്നത് ലോറിയുടെ ഏത് കഷ്ണത്തിലേക്കായിരിക്കും എന്നുള്ളതാണ്. അതിനകത്ത് ക്യാബിൻ ഉണ്ടോ? ക്യാബിൻ ഏതാണ്? KV ബൈജു ചേരുന്നു. ബൈജു, ഏത് തരത്തിലാണ് ഈ പരിശോധന പോകുന്നത്? അത്യന്തം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ 3ആയിട്ട് ലോറി വേർപെട്ട് എന്നുള്ള സംശയം അത് ഒരുപാട് ആശങ്കകളെ ഉണർത്തിവിടുന്ന ഒരു കാര്യമാണ്. ക്യാബിൻ എങ്ങനെ ഇനി കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. വിവരങ്ങൾ എന്താണ് ബൈജു? തീർച്ചയായും അപർണ, വളരെ സങ്കീർണാവസ്ഥയിലേക്കാണ്. ഈ ലോറി 3ആയി ഇത്തരത്തിൽ മുറിഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഈ ലോഹവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തുക. അത് ആശങ്കപ്പെടുത്തുന്ന വിവരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിൻ അതെന്ത് സംഭവിച്ചു? ഏതായാലും 3 പാർട്ടായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുടെ ഓരോ നിമിഷവുമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ക്യാബിനിൽ അർജുൻ എവിടെയായിരിക്കും? ആ ക്യാബിൻ വേർപെട്ടിട്ടുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഈ നമുക്ക് കുറച്ച് അല്പം മുമ്പാണ് ഈ തടി കഷ്ണങ്ങളൊക്കെ പുഴയിൽ ഇത്തരത്തിൽ കിട്ടുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഈ ലോറി തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഈ അർജുൻ ഇതിനകത്തുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും 3ആയി ലോറി ഇങ്ങനെ മുറിഞ്ഞു. അത് മാത്രമല്ല ഈ ഇത്തരത്തിലൊരു 3ആയി ലോഹവസ്തുക്കൾ കണ്ടു എന്ന ഒരു സ്ഥിരീകരണം എന്തായാലും ലഭിക്കുന്നുണ്ടെങ്കിലും അതിനും അപ്പുറം അത് ഈ ലോറി ഇത്തരത്തിൽ തകർന്ന നിലയിലാണോ എന്നൊക്കെ വിവരങ്ങൾ ലഭിക്കാറുണ്ട്. അതിനുവേണ്ടി ഇനി കുറച്ചുകൂടി നേരം കാത്തിരിക്കേണ്ടി വരും. അപർണ, ബൈജു, തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഇത്രയും ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ഒരു പ്രതീക്ഷയുടെ ചിത്രം നമുക്കുണ്ടായിരുന്നു. അത് ആ ലോറി വെള്ളത്തിനടിയിൽ പൂണ്ടുപോയ ലോറി, ആ ലോറിയെ പുറത്തെടുക്കാൻ കഴിയുക, ക്യാബിനകത്തേക്ക് അല്ലെങ്കിൽ ക്യാബിനടുത്തേക്ക് ഒഴുകിയെത്താൻ സ്കൂബ ഡൈവേഴ്സിന് കഴിയുക. അതിന് പകരം ഛിന്ന ഭിന്നമായി 3 കഷ്ണമായി പോയ ഒരു ലോറി എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ചിത്രം തകരുകയാണ്. അപ്പോൾ അതിൽ ഉയർത്തുന്ന സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾ, ഒരു വശത്ത് ഇതാ ഈ തടി കഷ്ണങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സ്ഥിരീകരണം ലോറി ഉടമ തന്നെ തരുന്ന ഒരു സാഹചര്യം. പിന്നീട് ഈ ലഭിച്ച സിഗ്നൽ എന്ത് ഭാഗത്തിൻ്റെതാണ്? അതിനകത്ത് ക്യാബിൻ ഉണ്ടോ? ഈ ക്യാബിൻ തന്നെ വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടെത്താൻ കഴിയും? അപ്പോൾ അർജുനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം അല്ലെ ബൈജു? ഈ നേരത്തെ പറഞ്ഞ പോലെ ലോറി പൂർണ്ണമായ രൂപത്തിൽ എന്നുള്ള ഒരു ചിത്രത്തിൽ നിന്ന് ഇത് ഈ തരത്തിലേക്ക് മാറുന്നത് ദൗത്യ രക്ഷാ സംഘത്തിനടക്കം എത്രത്തോളം വലിയ വെല്ലുവിളിയാകുന്നു? തീർച്ചയായും വലിയ വെല്ലുവിളി തന്നെയാണ്. നമ്മളൊക്കെ നേരത്തെ ചിത്രത്തിൽ കണ്ട, നമ്മളൊക്കെ ചിന്തിച്ചതുപോലുള്ള അതിനും അപ്പുറമുള്ള വലിയ അപകടമായി ഇത് മാറുന്നു. കാരണം അത്രത്തോളം ആഘാതത്തിലാണ് ഈ ലോറി പതിച്ചതെന്ന് വേണം കരുതാൻ. കാരണം ഭാരമേറിയ ആ മരമുള്ള ലോറി, നേരത്തെ മനാഫ് തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. അത് 3ആയി മുറിയണമെങ്കിൽ അത് എത്രത്തോളമാണ് അപകടത്തിന്റെ വ്യാപ്തി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഈ പരിശോധനയിൽ കണ്ടെത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ മണിക്കൂറിലെ ഏറ്റവും നിർണായക വിവരവും അത് തന്നെയാണ്. ഇനിയിപ്പോൾ അർജുനെ കണ്ടെത്തിയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും ഉടൻ തന്നെ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആ ക്യാബിൻ സുരക്ഷിതമായി ഉണ്ടോ? ക്യാബിനകത്ത് അർജുനുണ്ടോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതിന് അനുകൂലമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഈ ബന്ധുക്കളൊക്കെ ഇവിടെ നിന്നും പങ്കുവെക്കുന്നത്. ഏതായാലും ജിതിൻ, ബന്ധു അവിടെ തന്നെയുണ്ട്, സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. നമുക്ക് ഏതായാലും അതിന്റെ വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപർണ, ബൈജു, നമ്മൾ സംസാരിക്കുന്നത് പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ്, പ്രതീക്ഷയുടെ വാക്കുകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈജു, ഇത്രയും സമയം, ഇത്രയും ദിവസങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ
നഷ്ടപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ആ പ്രതീക്ഷയുടെ പുറത്തുനിന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് ഞാനും ആ തരത്തിൽ തന്നെയാണ് സംസാരിക്കേണ്ടത്. അപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, ചില യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ട ഒരു സാഹചര്യം. ഈ ലോറിയുടെ ക്യാബിൻ അതും വേർപെട്ടിട്ടുണ്ടെങ്കിൽ ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യത, ഈ തടിക്കഷ്ണങ്ങൾ ഒരുപക്ഷെ ഒഴുകിപ്പോയിട്ടുണ്ടാവില്ല, ഇതിവിടെ തന്നെ ആഴ്ന്നു പോയിട്ടുണ്ടാകാം എന്നുള്ള നിരീക്ഷണങ്ങളെല്ലാം തെറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം, പൂർണ്ണമായിട്ട് ലോറി ഉണ്ടാകും എന്നുള്ള ആ ചിത്രം തെറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ക്യാബിൻ, ഈ പറയുന്ന സ്ഥലത്ത് ക്യാബിൻ ഉണ്ടോ, ഇത് കുത്തൊഴുക്കിൽ മാറിപ്പോകാനുള്ള സാഹചര്യം, അതെല്ലാം ഉണ്ട്. അത് ആ ഒരു വെല്ലുവിളി എങ്ങനെ നേരിടും ബൈജു? തീർച്ചയായും അത് അപർണ, അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഈ ക്യാബിൻ ഏത് അവസ്ഥയിലാണുള്ളതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ലോറി മൂന്നായി വേർപ്പെടുമ്പോഴും ആ ക്യാബിൻ അതേ രീതിയിലുണ്ടോ, അതിനകത്ത് അർജുൻ വിശ്രമിക്കുകയായിരുന്നു, ആ അർജുൻ ഏത് രീതിയിലാണ് ഉള്ളതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും നിർണായകമായ തീർച്ചയായിട്ടും ബൈജു ഞാൻ വരാം. ഇപ്പോൾ സേനയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പറയുന്നത് അതേ ചോദ്യമാണ് കൃത്യമായി കണ്ടെത്തേണ്ടത് ആ ലോറിയുടെ ക്യാബിനാണ്. ആ സേനയുടെ അപ്ഡേറ്റ് ഈ പ്രകാരം: our entire effort is to locate the lorry cabin amongst the 3 spots to provide a decision point for the divers on the plan of action. ഈ ഡൈവേഴ്സിന്, അവരുടെ സംഘത്തിന് നേരത്തെ മേജർ ജനറൽ ഇന്ദ്രപാലനൊക്കെ പറഞ്ഞു, കൃത്യമായ രൂപരേഖ ഇല്ലെങ്കിൽ ഇറങ്ങാൻ കഴിയില്ല, ഇറങ്ങുന്നവർക്ക് പോലും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആദ്യം വേണ്ടത് കൃത്യമായ രൂപരേഖ, ക്യാബിൻ എവിടെയാണെന്ന് കൃത്യമായി അറിയണം, എന്നിട്ട് വേണം ഈ നീരൊഴുക്ക് നിയന്ത്രിക്കാൻ, ഈ അടിയൊഴുക്ക് നിയന്ത്രിക്കാൻ, എന്നിട്ട് വേണം സ്കൂബ ഡൈവേഴ്സിന് ഇറങ്ങാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇതാ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ലോറി തന്നെ മൂന്നായി സ്പ്ലിറ്റ് ആയി പോയി എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഇനി ക്യാബിൻ എവിടെയാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് ഇവർക്ക് നദിയിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയുക. അപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സിഗ്നൽ അത് ഏത് ഭാഗത്തിൻ്റെതാണ്? അത് ലോറിയുടെ ഭാഗത്തിൻ്റെതാണെങ്കിൽ തന്നെ ഈ സ്പ്ലിറ്റ് ആയിട്ടുള്ള 3 ഭാഗത്തിൽ ഏത് ഭാഗത്തിൻ്റെതാണ്? അത് ക്യാബിന്റെ ഭാഗമാണെങ്കിൽ ഓക്കെ, അതുമായി മുന്നോട്ട് പോകാം. അല്ല എങ്കിൽ എന്താണ് ചെയ്യുക? അല്ല എങ്കിൽ വീണ്ടും പരിശോധന നടത്തേണ്ടതായിട്ട് വരില്ലേ? ഈ നടത്തുന്ന ഐബോർഡിന്റെ പരിശോധനയിൽ കൃത്യമായിട്ട് ഇത് ക്യാബിൻ തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗങ്ങളാണോ എന്ന് വ്യക്തമായിട്ട് അറിയാനിരിക്കുന്നു. അത് അറിയണം. എന്നാലാണ് ഇനി ആ ഒരു മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക. അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് വരുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ ചില മണിക്കൂറുകളിലൊക്കെ ചില ആശങ്കകൾ ഉയർന്നപ്പോൾ, ഇതൊരിക്കലും ആശങ്ക പറയാനുള്ള സമയമല്ല, പ്രതീക്ഷയുടെ തന്നെ മണിക്കൂറുകളാണ്. എങ്കിലും ചില സമയത്ത് പറഞ്ഞിരുന്നു, ഒരു പക്ഷേ ഇത് ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ, വാഹനം ഒഴുകിപ്പോയിട്ടുണ്ടാവില്ല, തടിയടക്കം ഒഴുകിപ്പോയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിടത്താണ് ഈ 6 കിലോമീറ്റർ ദൂരെ തടി കഷ്ണം കണ്ടെത്തിയിരിക്കുന്നത്. അതല്ല, ഒഴുകിപ്പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ക്യാബിൻ അവിടെ ഉണ്ടാകണം. ഉണ്ടായിട്ടില്ല എങ്കിൽ അത് എങ്ങനെയാണ് ഒഴുകിപ്പോവുക? പുഴ ചെന്നെത്തുന്നത് കടലിലേക്ക്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് വീണ്ടും എത്രയോ വലിയ വെല്ലുവിളിയായി മാറുന്നു എന്നുള്ള ഒരു സങ്കീർണമായിട്ടൊരു ചോദ്യം. എനിക്ക് ബൈജു അവിടെ നിൽക്കുമ്പോൾ, നിങ്ങൾ ഈ 10 ദിവസത്തോളമായി, റൈറ്റ്, ബൈജുലേക്ക് വരാം. മണിക്കൂറുകളായിട്ട് ബൈജു ഈ വിവരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഈ ലോറിയുടെ ഭാഗങ്ങൾ, ഈ 3 ഭാഗങ്ങളിൽ ഏത് ഭാഗമാണ്, ഏത് ഭാഗത്തിൽ ഈ 3 സ്പോട്ടുകൾ കണ്ടെത്തി എന്ന് പറയുന്നു. ഈ 3 സ്പോട്ടുകളിൽ എവിടെയാണ് പരിശോധന നടത്തുക? ഈ ക്യാബിൻ ഉള്ള ഭാഗം ഏതാണെന്ന് കണ്ടെത്തണം. അങ്ങനെ അവിടെ വേണം പരിശോധന നടത്താൻ എന്നാണ് അറിയുന്നത്. അത് ഏത് ക്യാബിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്തി ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നറിയാൻ ഐബോർഡിന് കഴിയണം. എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ വഴി മുന്നോട്ട് പോകാൻ കഴിയുക. അത് ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇതിനു മുൻപ് ഒരു മണിക്കൂർ മുൻപ് വരെ നമുക്കുള്ള ചിത്രം ഏത് തരത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ, ലോറി പുഴയ്ക്കടിയിലുണ്ട്, ഗംഗാവലി പുഴയുടെ അടിയിൽ. അത് 15 കിലോമീറ്റർ അകലെ ആണെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള പരിശോധന. അപ്പോൾ എത്ര താഴ്ചയാണെങ്കിലും ആ ലോറി കണ്ടെത്തുന്നു. ആകെ മുന്നിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ലോറിയുടെ ക്യാബിൻ ഡോറ് മണ്ണിൽ പുതഞ്ഞാണോ കിടക്കുന്നത്, ചെളിയിൽ പുതഞ്ഞാണോ കിടക്കുന്നത് എന്നുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാബിന്റെ ഡോറിലേക്ക് ചെല്ലുക? അർജുനെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? ഇനി അവിടെ നിന്നുള്ള മണ്ണ് മാറ്റം അതെത്രത്തോളം ദുഷ്കരമാകും എന്നുള്ള വലിയ ചോദ്യം ഉണ്ടായിരുന്നു. ആ ലോറി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ലോറി മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാകും പിന്നെയുള്ള ഏക വഴി.
ഈ രണ്ട് ഓപ്ഷൻ, ഈ രണ്ട് ചോദ്യങ്ങളിലാണ് ഈ കഴിഞ്ഞ 1 മണിക്കൂർ മുൻപ് വരെ രക്ഷാദൗത്യം പോയിരുന്നത്. ഒറ്റ മണിക്കൂർ കഴിയുമ്പോഴേക്കും ഐബോർഡിന്റെ പരിശോധന വന്ന് ഇതാ 1 മണിക്കൂറിനപ്പുറമാകുമ്പോഴേക്കും ചിത്രം മാറുന്നു. ലോറി തന്നെ 3ആയി മുറിഞ്ഞു പോയി, സ്പ്ലിറ്റായി പോയി എന്ന് പറയുന്നു. എബിഞ്ചർ ഫെറോ മാഗ്നറ്റിക് ലൊക്കേറ്റർ CMP പൂനെയിൽ നിന്ന് കൊണ്ടുവന്നത് 3 ഡിസ്റ്റിങ്ക്ട് പോർട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇത് 3ആയി പോയി എന്നുള്ള വിവരം ലഭ്യമാകുന്നു. അതിനിടയിൽ അതോടൊപ്പം അതേ സമയത്ത് വരുന്ന വാർത്തയാണ് തടിക്കഷ്ണം കണ്ടെത്തി എന്നുള്ളത്. ഇനി ഈ തടിക്കഷ്ണം അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ള ചില അഭിപ്രായങ്ങൾ വരികയും ഇത് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് ചിലർ മാധ്യമങ്ങളിൽ പറയുകയും ചെയ്തു. അതും മാറിയിരിക്കുന്നു. ലോറി ഉടമ മനാഫ് ന്യൂസ് 18 തന്നെ പ്രതികരിച്ചിരിക്കുന്നു, ഇത് അർജുന്റെ ലോറിയിലുള്ളതാണ്. അപ്പോൾ 8 കിലോമീറ്റർ അകലെ ഈ ലോറിയിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോകുക, ലോറി 3 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുക, ഈ കണ്ടെത്തിയിരിക്കുന്ന സിഗ്നൽ ഏത് ഭാഗത്തിൻ്റെതാണ്? അതിൽ ക്യാബിനുണ്ടോ? ക്യാബിൻ ഇല്ലെങ്കിൽ പിന്നെ ക്യാബിൻ എവിടെയാണ്? ക്യാബിൻ ഉണ്ടെങ്കിൽ അർജുനെ കണ്ടെത്താൻ ഉള്ള നീക്കങ്ങളിലേക്ക് കടക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയാണ് ലഭ്യമാകുന്നത്.